ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് കഴിയുകയാണ്. കുഞ്ഞിൻ്റെ ചെവിയിൽ നന്ദിനി പറഞ്ഞ പേര് തന്നെ കാർത്തി പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വൈശാഖിൻ്റെ അച്ഛനും അമ്മയും വരികയാണ്. നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെയെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ, ഇവിടെ നൂലുകെട്ട് ചടങ്ങ് നടക്കുന്നെന്ന് അറിഞ്ഞു തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവർ പറയുന്നു. ഇതേ വൈശാഖിൻ്റെയും മൈഥിലിയുടെയും കുഞ്ഞാണ്, അപ്പോൾ പേരിടേണ്ടത് ഞങ്ങളല്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. വൈശാഖും മൈഥിലിയും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അവർ പറയുമ്പോൾ, മാന്യവും മര്യാദയുമായ ജീവിതം നയിക്കുന്ന കുടുംബത്തിൽ കയറി അപവാദം പറയുന്നുവെന്ന് കൈമള് ദേഷ്യത്തോട് ചോദിക്കുന്നു. കാർത്തിയോട് പോലീസിനെ വിളിക്കാൻ സാവിത്രി പറയുമ്പോൾ അവർ പറയുകയാണ്, അതെ, വൈശാഖിന്റെ അറിവോട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ കുഞ്ഞ് അവന്റെ തന്നെയാ, അവൻ തന്നെയാ ഞങ്ങളോട് പറഞ്ഞത്. കുഞ്ഞ് വൈശാഖിന്റെ തന്നെയാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്താമെന്ന് അവർ പറയുമ്പോൾ കാർത്തി അവർ തല്ലാനായി ഇറങ്ങുകയാണ്. തുടർന്ന് കൈമള് പറയുകയാണ്, കഷ്ടകാലത്തിന് നീ എൻ്റെ മകൻ ജഗദീഷിന്റെ അമ്മയച്ചനായിപ്പോയി, ഇല്ലെങ്കിലേ അടിച്ചു പുറത്താക്കിയേനെ ഞാൻ. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോളാൻ കൈമള് പറയുമ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ സംശയത്തോടെ നോക്കുന്ന കാർത്തിയെയാണ്. ഇത് കാണുന്ന മീനാക്ഷി പറയുകയാണ്, എന്താ ACP കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നത്? ACPയുടെ നോട്ടം കണ്ടാലേ അറിയാം സംശയത്തോടെയാണ് കുഞ്ഞിനെ നോക്കുന്നതെന്ന്. ഇത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാ. അതേസമയം ഇത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ വരികയാണ് സാവിത്രി. എന്താടി, നിനക്കെന്താ ഇത്ര ഉറപ്പ് ഇത് എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന്? ഇത് ഇവൻ്റെ മകളാണെന്ന് ഇത്രയും നാളും എല്ലാവരും വിശ്വസിച്ചു. അത് അങ്ങനെ തന്നെ ആകണമെന്നില്ലല്ലോ. ആ വൈശാഖിൻ്റെ കൊച്ചിൻ്റെ അച്ഛനാകാനേ ഞാൻ എൻ്റെ മകനെ അനുവദിക്കില്ലെന്ന് സാവിത്രി പറയുമ്പോൾ, ഇതെല്ലാം വൈശാഖിൻ്റെ പ്ലാൻ മാത്രമാണെന്ന് മീനാക്ഷി പറയുന്നു. എൻ്റെ പൊന്ന് ACP, ഇത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാ. നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടിട്ട് വെറുതെ സംശയിക്കാനൊന്നും നിൽക്കണ്ട. ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ്, ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതിൽ നിന്റെ അഡ്വൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് ഇൻസ്പെക്ടറെയും ഇന്ദ്രജയുമാണ്. DNA ടെസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും. എനിക്ക് തോന്നുന്നത് കുഞ്ഞ് വൈശാഖിൻ്റെ തന്നെ ആയിരിക്കുമെന്നാ. ടെസ്റ്റിൽ അങ്ങനെ തെളിയുകയാണെങ്കിൽ എൻ്റെ മീനാക്ഷി രക്ഷപ്പെടുമെന്ന് ഇന്ദ്രജ പറയുന്നു. പക്ഷേ മേഡം, എനിക്കങ്ങനെ തോന്നുന്നില്ല. കുഞ്ഞ് മൈഥിലിയുടേതായിരുന്നെങ്കിൽ അവൾ കൂടെ കൊണ്ടുപോകില്ലായിരുന്നോ? എൻ്റെ സാറേ, ഒളിച്ചോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആരാ ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നോക്കുന്നത്? അതാണെങ്കിൽ ACP കാർത്തികെ, ആ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, ഇനി എന്താണെങ്കിലും സംഭവബഹുലമായ കാര്യങ്ങളായിരിക്കും ചെമ്പകമംഗലത്ത് നടക്കാൻ പോകുന്നത്. ഓരോ നിമിഷവും അവിടെയുള്ളവരുടെ പരാജയം നമ്മൾ കാണും, എന്നിട്ട് നമുക്ക് പൊട്ടിച്ചിരിക്കണം. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കുഞ്ഞിൻ്റെ കാര്യമോർത്ത് കരയുകയാണ് മീനാക്ഷി. അതേസമയം നന്ദിനി അങ്ങോട്ടേക്ക് വരുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അമ്മേ, വൈഗ എൻ്റെ കുഞ്ഞാ, ACPയുടെ കുഞ്ഞാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കരയുമ്പോൾ, എൻ്റെ മോള് വിഷമിക്കണ്ടെന്നും അത് മോളുടെ കുഞ്ഞ് തന്നെയാണെന്നും പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഇരിക്കുന്ന കൈമളിനെയും രാജലക്ഷ്മി അമ്മയുമാണ്. എന്നാലും നമ്മുടെ ചെമ്പകമംഗലത്ത് എന്താ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെ കൈമള് പറയുമ്പോൾ രാജലക്ഷ്മി അമ്മയെ സമാധാനിപ്പിക്കുകയാണ് നന്ദിനി. രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഞാനിപ്പോൾ ആ കാര്യമല്ല ചിന്തിക്കുന്നത്. ജഗദീഷ് ബിസിനസിന്റെ കാര്യത്തിനായിട്ട് തെങ്കാശിയിൽ പോയിരിക്കുകയാണ്. എന്നാലോ മാലതിയെങ്കിലും ചടങ്ങിനുണ്ടാകണ്ടേ? അവള് ഈ സമയത്ത് തന്നെ എവിടെ പോയതാ? അത് പിന്നമ്മേ, അവള് പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ പോകണമെന്ന്? ഈ സമയത്ത് തന്നെ അവക്കെന്താ പെട്ടെന്നൊരു ഹോസ്പിറ്റല്? മാലതി മനഃപൂർവ്വമാണോ ഈ ചടങ്ങിൽ നിന്ന് മാറി നിന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ നൂലുകെട്ടാണെന്ന് കൃത്യമായിട്ട് പണിക്കരും ഭാര്യയും എങ്ങനെ അറിഞ്ഞത്? ഇത് കേൾക്കുന്ന മീനാക്ഷിക്ക് അന്ന് മണിയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ മൈഥിലിയും വൈശാഖും രക്ഷപ്പെട്ട കാര്യം ഓർമ്മ വരികയാണ്. വൈശാഖും മൈഥിലിയുമായിട്ട് ആ മാലതിക്ക് നല്ല ബന്ധമുണ്ടെന്നാ എനിക്ക് തോന്നുന്നതെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ, രാജലക്ഷ്മി പറയുന്നത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നതെന്ന് കൈമളും പറയുന്നു. തുടർന്ന് മീനാക്ഷി പറയുകയാണ്, എന്താണെങ്കിലും ഇവിടെ ഒരു സ്പൈ വർക്ക് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഞങ്ങളന്ന് മണിയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അവർ രണ്ടുപേരും എസ്കേപ്പ് ആയതും ഇതൊക്കെ കൊണ്ടാകാം. എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ, ഇത് ചോദിക്കാതെ വിടില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ, അമ്മേ, വേണോ എന്ന് നന്ദിനി ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ മാലതിയെ കാത്തു നിൽക്കുന്നതാണ്. അങ്ങനെ മാലതി വരുമ്പോൾ രാജലക്ഷ്മി അമ്മ ചടങ്ങിൽ നിന്ന് മാറി നിന്നത് എന്താണെന്ന് ചോദിക്കുന്നു. അതമ്മേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. എന്തിനാ മാലതി നിന്റെ വീട്ടിൽ പോകുന്നതിന് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറയുന്നതെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഞെട്ടലോടെ, ആര്?
എപ്പോ ഞാനൊന്നും പോയില്ലെന്ന് മാലതി പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മയും മീനാക്ഷിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.